പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗലീലിയൻസ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവവചനം സംസാരിക്കുവാൻ ഇങ്ങനെയൊരവസരം എനിക്കൊരുക്കി തന്ന, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ജോണി സാറിനും ഗലീലിയൻസ് ഫേസ്ബുക്ക് പേജിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സാന്നിധ്യത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദൈവമേ, ലോകത്താകമാനമുള്ള ക്രിസ്ത്യാനികൾ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഈ വേളയിൽ അവിടുത്തെ മക്കളാകുന്ന അടിയങ്ങൾ അവിടുത്തെ വചനവുമായി തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവേ, വചനത്തിൽ നിന്നും സംസാരിക്കുവാൻ അടിയനെ അധികാരപ്പെടുത്തിയ കർത്താവേ, ഈ വചനധ്യാനം ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗലീലിയൻസ് ഫേസ്ബുക്ക് പേജിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ, സകല കാര്യവും അവിടുത്തെ നാമമഹത്വത്തിനായി തീരുവാൻ സഹായിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് തരവണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഈ ദൈവവചന കേൾവിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്പസമയത്തെ വചനധ്യാനം നമുക്കേവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കർത്താനുഭവ ആഴ്ചയിൽ തുടർച്ചയായി ദൈവവചനം കേൾക്കുവാനും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനും നമുക്ക് ലഭിച്ച മഹാഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുമാണ്. 1 കൊരിന്ത്യർ 15:3-4 വാക്യങ്ങൾ. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 വേഴ്സസ് 3 and 4. ഇതുകൂടാതെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ ചില വാക്യങ്ങളും പ്രധാനമായും ഇന്നത്തെ നമ്മുടെ ചിന്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആദ്യമായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൽ നിന്ന് 3-4 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയിർത്തെഴുന്നേറ്റു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയിർത്തെഴുന്നേറ്റു. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം ക്രിസ്തുവിൻ്റെ മരണം, അത് തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. ക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നതും തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. ക്രിസ്തു 3-ാം നാൾ ഉയിർത്തെഴുന്നേറ്റു എന്നതും തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. അപ്പോസ്തലനായ പൗലോസിനെ പോലെ ജീവിതാനുഭവമുള്ള മറ്റൊരു അപ്പോസ്തലന്മാരും യേശുവിന് ഉണ്ടായിരുന്നില്ല എന്നത് വളരെ സത്യമാണ്. പൗലോസ് ക്രിസ്ത്യാനികളെ വളരെ ശുഷ്കാന്തിയോടെ കൊന്നുമുടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടുവാൻ സന്നദ്ധ സംഘത്തിൻ്റെ അധികാരപത്രവുമായി നാടെങ്ങും സഞ്ചരിച്ച സന്നദ്ധ സംഘത്തിൻ്റെ അപ്പോസ്തലനായിരുന്നു പൗലോസ്. അവൻ യേശുവിൻ്റെ ശത്രുവായിരുന്നു, ക്രിസ്ത്യാനികളുടെ പേടിസ്വപ്നമായിരുന്നു. തച്ചൻ്റെ മകനായ യേശുവിനെ മശിഹയായി അംഗീകരിക്കുവാൻ പൗലോസിന് കഴിഞ്ഞിരുന്നില്ല. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യഹൂദന്മാർക്ക് മശിഹ എങ്ങനെയുള്ളവൻ ആയിരിക്കും എന്ന നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഭൂരിഭാഗം യഹൂദന്മാരും വിശ്വസിച്ചിരുന്നത് ദാവീദിൻ്റെ സന്തതിയായി വരുന്ന മശിഹ ഒരു പൊളിറ്റിക്കൽ ഡെലിവറർ ആയിരിക്കുമെന്നാണ്. അന്നത്തെ യഹൂദന്മാരുടെ ശത്രുക്കളായിരുന്ന റോമാ സാമ്രാജ്യത്തെ തോൽപ്പിച്ച് അവരിൽ നിന്നും വാഗ്ദത്ത ദേശം സ്വന്തമാക്കി തൻ്റെ ജനത്തെ നീതിയോടും ന്യായത്തോടും കൂടി ഭരിക്കുന്ന ഒരു രാജാവായിരിക്കും
മശിഹ എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. മറ്റൊരു കൂട്ടം യഹൂദന്മാർ മോശയെപ്പോലെ ഒരു പ്രവാചകനായിരിക്കും മശിഹ എന്ന് വിശ്വസിച്ചു. കാരണം തന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ അവരുടെ വീണ്ടെടുപ്പുകാരനായി ദൈവം അയക്കും എന്ന് മോശ ജനത്തോട് പറഞ്ഞിരുന്നു. ചാവുകടലിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കുമ്രാൻ ഗുഹകളിൽ താമസിച്ചിരുന്ന ഒരു കൂട്ടം യഹൂദന്മാർ രാജാവായ ഒരു മശിഹായെയും പുരോഹിതനായ ഒരു മശിഹായെയും പ്രതീക്ഷിച്ചിരുന്നു. ഇതുപോലെ ഒട്ടനവധി മശിഹായെക്കുറിച്ചുള്ള ചിന്തകൾ യഹൂദന്മാർ വെച്ചു പുലർത്തിയിരുന്നു. പൗലോസിന്റെ ചിന്തയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ലായിരുന്നു. യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് മശിഹ എന്നേക്കും ഇരിക്കും, മശിഹായ്ക്ക് മരണമില്ല എന്നായിരുന്നു. എന്നാൽ മരിച്ചുപോയ ഒരു വ്യക്തിയെ, അതും കുരിശിൽ തൂങ്ങിയ ഒരു വ്യക്തിയെ മശിഹയാണെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ജനം ആരാധിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ ഇവർ തികച്ചും ദൈവദൂഷണം ആണ് പറയുന്നത് എന്ന് പൗലോസിന് മനസ്സിലായി. ഈ ദൈവദൂഷണം പറയുന്നവരെ കൊന്നുമുടിക്കേണ്ടത് തൻ്റെ ഒരു ധർമ്മമായി ഏറ്റെടുത്തുകൊണ്ട് പൗലോസ് ക്രിസ്ത്യാനികളെ പെർസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ക്രിസ്തുവിൻ്റെ വചനം യഹൂദന്മാർക്ക് ഇടർച്ചയായിരുന്നു. കാരണം ന്യായപ്രമാണം പറയുന്നു, മരണയോഗ്യമായ പാപം ചെയ്തവനെ കൊന്ന് മരത്തിൽ തൂക്കണമെന്ന്. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ കുരിശിൽ തൂക്കപ്പെട്ട ഏത് മനുഷ്യനെയും ശപിക്കപ്പെട്ടവനായി കണക്കാക്കപ്പെട്ടിരുന്നു. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം കുരിശിൽ തൂങ്ങപ്പെട്ട യേശുവും ശാപഗ്രസ്തൻ തന്നെ. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു കാലത്തും മശിഹയായിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഒരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കാൻ ഗ്രാമങ്ങൾ തോറും പട്ടണങ്ങൾ തോറും പൗലോസ് സഞ്ചരിച്ചു. സന്നേദ്ര സംഘത്തിൻ്റെ അധികാരപത്രവുമായി സന്നേദ്ര സംഘത്തിൻ്റെ അപ്പോസ്റ്റലനായിട്ടാണ് ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കാൻ പൗലോസ് ഇറങ്ങിത്തിരിച്ചത്. പൗലോസ് ക്രിസ്ത്യാനികൾക്ക് ഒരു പേടിസ്വപ്നമായിരുന്നു. മറ്റ് അപ്പോസ്തലന്മാരുടെയും ചിന്താഗതി ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. ഒരു സംഭവം നമ്മുടെ സുവിശേഷങ്ങളിലുള്ളത് ഞാൻ പറയുന്നു. ഒരിക്കൽ കൈസരിയ ഫിലിപ്പയിലൂടെ ശിഷ്യന്മാരും യേശുവും യാത്ര ചെയ്യുമ്പോൾ യേശു ശിഷ്യന്മാരോടായി ചോദിച്ചു, ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? അവർ പല മറുപടിയാണ് പറഞ്ഞത്. നീ യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലർ പറയുന്നു, നീ ഏലിയാവെന്ന് ചിലർ പറയുന്നു, മറ്റു ചിലർ നീ പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവരോട് നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസാണ് അതിന് മറുപടി പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞു. എന്നാൽ ഈ സമയത്ത് യേശു തൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു തുടങ്ങി. ഇത് കേട്ട പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. എന്നാൽ യേശു പത്രോസിനെ പബ്ലിക്കായിട്ട് ശാസിച്ചു. സാത്താനെ, നീ എന്നെ വിട്ടു പോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യൻ്റേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. യേശു മസിഹായാണ് എന്ന കാര്യത്തിൽ പത്രോസിന് സംശയമില്ല. പക്ഷേ കഷ്ടമനുഭവിച്ച് മരണം വരിക്കുന്ന ഒരു മശിഹായെക്കുറിച്ച് പത്രോസ് കേട്ടിട്ടില്ല. യഹൂദന്മാർ പ്രതീക്ഷിച്ചിരിക്കുന്ന മശിഹ വിജയശ്രീലാളിതനായ ഒരു മശിഹായാണ്. ആ മശിഹ എന്നേക്കും ഇരിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന യഹോവയുടെ ദാസനെക്കുറിച്ചും ഉള്ള പ്രവചനവാക്യം അവർക്ക് മറവായിരുന്നിരിക്കാം. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശുവിനെ മുഖാമുഖം കണ്ടപ്പോൾ പൗലോസിന്റെ ജീവിതം പാടെ മാറിമറഞ്ഞു. കുരിശിൽ തൂങ്ങപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ആ യേശു ഇതാ തൻ്റെ മുൻപിൽ ജീവനോടെ നിൽക്കുന്നു. പെട്ടെന്ന് പൗലോസിന് ബോധ്യമായി, യേശു എന്നേക്കുമായി മരിച്ച് മൺമറഞ്ഞു പോയവനല്ല, അവരിപ്പോഴും ജീവനോടെയുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ മശിഹായെക്കുറിച്ചുള്ള പ്രവചനവാക്യങ്ങളെല്ലാം പൗലോസിന്റെ മനസ്സിലൂടെ കടന്നുപോയി. യേശു തന്നെ മശിഹ എന്ന് പൗലോസിന് മനസ്സിലായി. മാത്രമല്ല, ക്രിസ്തുവിന്റെ മരണം തിരുവെഴുത്തുകളിൻ പ്രകാരമാണെന്നും പൗലോസിന് ബോധ്യമായി. ഗമാലിയേലിന്റെ കാൽക്കീഴിൽ ന്യായപ്രമാണം പഠിച്ച പൗലോസിന് ഇതുവരെയും മറവായിരുന്നൊരു കാര്യമാണ് വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ പൗലോസിന് യാതൊരു സംശയവുമില്ല, യേശു ക്രിസ്തുവിന്റെ മരണം തിരുവെഴുത്തുകളിൻ പ്രകാരം തന്നെ. ക്രിസ്തുവിന്റെ മരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് പൗലോസിന് ബോധ്യമായി. ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതും തിരുവെഴുത്തിൻ പ്രകാരമാണെന്ന് പൗലോസിന് മനസ്സിലായി. ഈ നസ്രേത്തുകാരനായ യേശു തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന മശിഹ തന്നെ എന്ന കാര്യത്തിൽ പൗലോസിന് സംശയമില്ല. ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന തന്നോട് ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തേ എന്ന ചോദ്യം വന്നപ്പോൾ
ഈ യേശുവിന് തൻ്റെ അനുയായികളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം പൗലോസിന് മനസ്സിലായി. താൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുമ്പോൾ അതിൻ്റെ വേദന ശരിക്കും യേശുവാണ് അനുഭവിച്ചതെന്ന് പൗലോസിന് മനസ്സിലായി. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് യേശു പൗലോസിന്റെ മുന്നിൽ പ്രത്യക്ഷനായി അവനെ തൻ്റെ സ്വന്തമാക്കിയത്. ഈ സംഭവമാണ് പൗലോസിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയത്. അന്നുവരെ തൻ്റെ ജീവിതത്തെ നയിച്ചിരുന്ന ന്യായപ്രമാണമായിരുന്നു. എന്നാൽ ഇപ്പോൾ തൻ്റെ ജീവിതത്തെ പൗലോസ് യേശുവിന് മുൻപിൽ സമർപ്പിച്ചു. ദ ലോ വാസ് ബീയിങ് റീപ്ലേസ്ഡ് ബൈ ദ റൈസൺ ലോർഡ്. നമ്മുടെ സുവിശേഷങ്ങളിൽ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ വൈകുന്നേരം യേശുവിൻ്റെ ശിഷ്യന്മാർ വളരെ പരിതാപകരമായ ഒരവസ്ഥയിലായിരുന്നു. അവർ ആകെ കൺഫ്യൂഷനിലായിരുന്നു. അനിശ്ചിതത്വം അവരെ വേട്ടയാടുകയായിരുന്നു. അവരുടെ മനസ്സാകെ സംഘർഷപൂരിതമായിരുന്നു. റോമൻ പടയാളികൾ യേശുവിനോട് കാട്ടിയ ക്രൂരത ഒന്നൊന്നായി അവരുടെ മനസ്സിലൂടെ കടന്നുപോയി. തങ്ങളുടെയും സ്ഥിതി ഇത് തന്നെ ആയിരിക്കുമല്ലോ എന്ന് ഓർത്തപ്പോൾ അവർ ഞെട്ടിപ്പോയി. ശിഷ്യന്മാർ എല്ലാവരും കൂടിയിരുന്ന ആ മുറിയുടെ വാതിൽ അവർ ഭദ്രമായി അടച്ചിരുന്നു. ഏത് നിമിഷവും തങ്ങളെ അന്വേഷിച്ച് യഹൂദ മതനേതാക്കൾ വരും എന്നവർ വിശ്വസിച്ചു. തങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് അവർക്ക് മനസ്സിലായി. തീർച്ചയായും അവരും യഹൂദ മത നേതാക്കന്മാരുടെ കോപത്തിന് ഇരയായിത്തീരും എന്നവർ വിശ്വസിച്ചു. അതിരാവിലെ യേശുവിൻ്റെ കല്ലറയ്ക്കൽ പോയ ചില സ്ത്രീകൾ യേശുവിൻ്റെ ശരീരം കല്ലറയിൽ കാണാനില്ല. അവർ ദൂതന്മാരെ കണ്ടു. ദൂതന്മാർ അവരുടെ യേശു ഉയർത്തെഴുന്നേറ്റു എന്നീ സംഭവങ്ങൾ ശിഷ്യന്മാരോട് വിവരിച്ചു. അതവരെ ഒന്നുകൂടെ പ്രയാസത്തിലാക്കി. ആകെ കൺഫ്യൂഷൻ, ഭയം, മരണഭീതി. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ മാനസിക നിലയും മറ്റൊന്നല്ല. അവർ യേശുവിനെ കുറിച്ച് പറഞ്ഞത്, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അപരിചിതനായി അവരോടൊപ്പം യാത്ര ചെയ്യുന്ന യേശു അവരെ വിളിച്ചത് ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെക്കുറിച്ച് ഉള്ളത് യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു സത്യമുണ്ട്. എല്ലാ സുവിശേഷങ്ങളും ഒരുപോലെ പറയുന്നു, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ പ്രഭാതത്തിൽ യേശുവിൻ്റെ കല്ലറ ശൂന്യമായിരുന്നു എന്ന്. യേശുവിൻ്റെ ശരീരം അവിടില്ല. ഈ സംഭവം ശിഷ്യന്മാരുടെ ഭയം ഇരട്ടിപ്പിച്ചതേ ഉള്ളൂ. എന്നാൽ യേശുവിൻ്റെ പ്രത്യക്ഷതയാണ് അവർക്ക് പുതുജീവൻ നൽകിയത്. യഹൂദന്മാരെ പേടിച്ച് മുറിക്കുള്ളിൽ കൂടിയിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ യേശു വന്നു നിന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്നിട്ടും അവർക്ക് വിശ്വാസമായില്ല. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ ശാസിച്ചു. യേശു അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഞെട്ടി ഭയപ്പെട്ടു എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. തങ്ങളൊരു ഭൂതത്തെ കാണുന്നു എന്ന് ശിഷ്യന്മാർക്ക് തോന്നി. യേശു അവരോട്, നിങ്ങൾ കലങ്ങുന്നതെന്തേ? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്തേ? ഞാൻ തന്നെയാകുന്നു എന്ന് എൻ്റെ കാലും കൈയും നോക്കി അറിവീൻ. എന്നെ തൊട്ടു നോക്കുവീൻ. എന്നിൽ കാണുന്നതുപോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. ശിഷ്യന്മാർക്ക് സന്തോഷം വന്നു, പക്ഷെ വിശ്വാസം വന്നില്ല. അവർ അതിശയിച്ചു നിന്നു. യേശു അവരോട് മീനും തെൻകട്ടയും ചോദിച്ചു വാങ്ങി അവർ കാണുകെ ഭക്ഷിച്ചു. എന്തായാലും തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പ്രേതമല്ല എന്നവർക്ക് മനസ്സിലായി. പിന്നീട് യേശു ചെയ്തത് മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകേണ്ടത് തന്നെ എന്ന് യേശു പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവൻ അവരുടെ ബുദ്ധിയെ തുറന്നു. ഇപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി, യേശുവിൻ്റെ മരണം മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. മാത്രമല്ല, യേശുവിൻ്റെ മരണം തിരുവെഴുത്തുകളിൻ പ്രകാരം തന്നെ എന്നവർക്ക് മനസ്സിലായി. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 40 ദിവസം അവൻ ഈ ഭൂമിയിലായിരുന്നതിൻ്റെ ഉദ്ദേശവും ഇത് തന്നെയായിരുന്നിരിക്കാം. തൻ്റെ ശിഷ്യന്മാരെ ഒന്നുകൂടെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ, തൻ്റെ മരണം തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ,
തൻ്റെ മരണം മനുഷ്യന്റെ പാപത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയാണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിയുടെയും പിൻപിൽ ഒരു ഉദ്ദേശമുണ്ട്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതും ഒരു പരമമായ ഉദ്ദേശത്തോടു കൂടിയാണ്. ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു മർമ്മമാണിത്. The Heavenly Father wanted a people to live with Him eternally. നിത്യതയോളം തന്നോടൊപ്പം വാഴാൻ ഒരു ജനത്തെ വേണം എന്നത് ദൈവം ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തോടൊപ്പം നിത്യതയോളം വാഴുവാൻ. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ദൈവം സൃഷ്ടിച്ച എല്ലാം തന്നെ നല്ലതിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്. തൻ്റെ സൃഷ്ടി ഒന്നും തന്നെ പാഴും ശൂന്യവുമായി പോകട്ടെ എന്ന് ദൈവം ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ദൈവം ആഗ്രഹിക്കുകയില്ല. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയെങ്കിലും ദൈവം തൻ്റെ പദ്ധതി ഉപേക്ഷിച്ചില്ല. പാപിയായ മനുഷ്യനെ രക്ഷിച്ച് തന്നോടൊപ്പം ചേർക്കുവാൻ ദൈവം പദ്ധതി തയ്യാറാക്കി. ദൈവം പാപത്തെ വെറുക്കുന്നു, എന്നാൽ തൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു. ബൈബിൾ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപിയായ മനുഷ്യനെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. അവൻ അറിയിക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷ മരണമാണ്. എന്നാൽ മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു. മനുഷ്യൻ തന്നോടൊപ്പം നിത്യതയോളം വസിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനായി സ്വന്തം പുത്രനായ യേശുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. നിത്യതയിൽ ദൈവത്തോടുകൂടെ ഇരുന്നവൻ, ദൈവമായവൻ, സകലത്തിൻ്റെയും സൃഷ്ടാവായവൻ, സകല ചരാചരങ്ങളുടെയും പരിപാലകനായവൻ, സകല ചരാചരങ്ങളുടെയും ആരാധനാപാത്രമായിരുന്നവൻ, സ്വർഗത്തിൽ സകല ദൂതന്മാരും വണങ്ങുന്നവൻ, ഈ ദൈവം സ്വർലോകത്തിലെ തൻ്റെ മഹിമ വെടിഞ്ഞ് വെറും മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. He became a slave of his own creation. മാനവജാതിയുടെ പാപപരിഹാരത്തിനായി യേശു കുരിശിൽ യാഗമായി തീർന്നു. പാപിയായ മനുഷ്യനെ ദൈവപൈതലാക്കുന്നതിനു വേണ്ടി ദൈവം സ്വന്തം പുത്രനായ യേശുവിനെ യാഗമായി നൽകി. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. റോമാലേഖനം 5:6. 5:8 വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. 10 വാക്യത്തിൽ വീണ്ടും പറയുന്നു, നാം ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ തൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവം നമ്മെ തന്നോട് നിരപ്പിച്ചു. നാം ദൈവമില്ലാത്തവരായിരുന്നപ്പോൾ, പാപികളായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ ദൈവം സ്വന്തം പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി യാഗമായി നൽകി. പാപം ചെയ്ത ദേഹി മരിക്കണം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അത് ദൈവനീതിയാണ്. ദൈവം വിശുദ്ധനാണ്. ദൈവം പാപത്തെ വെറുക്കുന്നു. എന്നാൽ ദൈവം സ്നേഹവാനാണ്. അവൻ പാപിയായ മനുഷ്യനെ സ്നേഹിക്കുന്നു. എന്നാൽ ദൈവം നീതിമാനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെ പാപിയെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. പാപിയായ മനുഷ്യന് നിത്യജീവൻ നൽകി നിത്യതയോളം തന്നോടൊപ്പം പാർപ്പിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. മാനവജാതിയെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. അതുകൊണ്ടാണ് മനുഷ്യൻ അനുഭവിക്കേണ്ട പാപത്തിൻ്റെ ശിക്ഷ, അതായത് മരണം, ദൈവം യേശുവിൻ്റെ മേൽ ചുമത്തിയത്. ഈ യേശുവിൽ, തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്വന്തം പുത്രനെ പാപികളായ നമുക്ക് വേണ്ടി നൽകിയ സ്നേഹമാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. സ്വന്തം പ്രാണനെ നമുക്ക് വേണ്ടി നൽകിയ സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മനുഷ്യന് പാപത്തിൽ നിന്നും വിമോചനമില്ല. മനുഷ്യനെ തൻ്റെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ തൻ്റെ അവസാന തുള്ളി രക്തം വരെയും യേശു നമുക്കായി നൽകി. ദൈവത്തിൻ്റെ നീതി കാൽവറി ക്രൂശിൽ യേശു നിവർത്തിച്ചു. ഈ യേശു മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ് എന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ ദൈവജനപ്രകാരം ഞാൻ ദൈവപൈതലായി തീർന്നു. ബൈബിൾ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. 2 കൊരിന്ത്യർ 5:17 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. മനുഷ്യൻ പാപം ചെയ്ത്
ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയി. എന്നാൽ പാപിയായ മനുഷ്യൻ ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. തന്നോടുകൂടെ വാഴുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയി. ഈ പാപിയായ മനുഷ്യനെ പുതുമനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയാണ് പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം ഒരു പുതുമനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഒരുവൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവം അവനെ നീതിമാനായി കണക്കാക്കുന്നു. എൻ്റെ പാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ പാപത്തിൻ്റെ കുറ്റം പിതാവായ ദൈവം യേശുവിൻ്റെ മേൽ ചുമത്തുകയും യേശുവിൻ്റെ നീതി എൻ്റെ മേൽ കണക്കിടുകയും ചെയ്യുന്നു. ഞാൻ നീതിമാനായിരുന്നിട്ടല്ല, എന്നാൽ ഞാൻ യേശുവിൽ വിശ്വസിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നീതി ദൈവം എൻ്റെ മേൽ ചുമത്തി. ഞാൻ വിശുദ്ധനല്ല, എന്നാൽ ഞാൻ യേശുവിൽ വിശ്വസിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധി ദൈവം എൻ്റെ മേൽ ചുമത്തി എന്നെ വിശുദ്ധനാക്കി. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന ഞാൻ യേശുവിൽ വിശ്വസിച്ചപ്പോൾ, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചപ്പോൾ എൻ്റെ ശിക്ഷ ദൈവം യേശുവിൻ്റെ മേൽ കണക്കിട്ടു. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ യേശുവിൽ വിശ്വസിച്ച ഞാനും യേശുവിനോടൊപ്പം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതായിട്ടാണ് പിതാവായ ദൈവം കാണുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ വിശ്വാസമൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതെ, കൃപയാലത്രേ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് കരുണാസമ്പന്നായ ദൈവം നമ്മെ രക്ഷിച്ച മഹാസ്നേഹം നിമിത്തം പിതാവായ ദൈവത്തോടൊപ്പം നിത്യതയോളം ഞാൻ ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യേശു ഇപ്പോൾ സ്വർഗോന്നതകളിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച ഓരോ വ്യക്തിയെയും ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്നാണ് വചനം പറയുന്നത്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലിൻ്റെയും ഇപ്പോഴത്തെ സ്ഥാനം സ്വർഗത്തിൽ ക്രിസ്തുവിനോടൊപ്പമാണ്. നമ്മെ ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് അവർ സ്പിരിച്വൽ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്. ഇപ്പോൾ ശരീരം കൊണ്ട് നാം ഈ ഭൂമിയിലായിരിക്കുന്നു. എന്നാൽ താമസമിന കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും സംഭവിക്കാൻ പോവുകയാണ്. ബൈബിൾ പറയുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. ക്രിസ്തുവിൻ്റെ മരണം തിരുവെഴുത്തുകളിൻ പ്രകാരമായിരുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നതും തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. അവൻ അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും തിരുവെഴുത്തിൻ പ്രകാരമായിരുന്നു. 16-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ഈ വാക്യം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെടുത്തി അപ്പോസ്തലനായ പത്രോസ് പറയുന്നതായി അപ്പോസ്തല പ്രവൃത്തികൾ 2:27 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 22-ാം സങ്കീർത്തനം, യോനായുടെ പുസ്തകം, ഹോശയ പ്രവാചകന്റെ പുസ്തകം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എന്നീ പ്രവചന പുസ്തകങ്ങളെല്ലാം യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ യേശു തന്നെ തൻ്റെ ഉയർപ്പിനെ കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്നതായി സുവിശേഷ പുസ്തകങ്ങളിൽ നാം കാണുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവർ ഉപദേശിച്ചു തുടങ്ങി. ഒട്ടും സംശയമില്ല, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും തിരുവെഴുത്തുകളിൻ പ്രകാരം തന്നെ. യേശുവിനെ ദൈവം ഉയർപ്പിച്ചതെങ്ങനെയെന്ന് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. അരിമഥ്യയിലെ യോസഫിന്റെ കല്ലറയിൽ കിടന്ന യേശുവിൻ്റെ മൺശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ യേശുവിൻ്റെ ശരീരത്തിന് ജീവൻ വെച്ചു. ദൈവത്തിൻ്റെ ശക്തിയാണ് യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചത്. ഈ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പൗലോസ് എന്താണ് പറയുന്നത്?
അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് എഫെസോസിലെ വിശ്വാസികൾ വന്നറിയണം. അതിനായിട്ടാണ് പൗലോസ് ഈ ലേഖനം അവർക്ക് എഴുതിയത്. ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം അറിയണമെങ്കിൽ അവരുടെ അകക്കണ്ണൊന്ന് തുറക്കണം, അവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെങ്കിൽ അവർക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ പ്രാപിക്കണം. എഫെസ്യർ ലേഖനം 1:18-19 എന്നീ വാക്യങ്ങളിൽ ദൈവശക്തിയെ സൂചിപ്പിക്കുന്ന 6 പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുന്നു. 18 അവസാന ഭാഗം മുതൽ. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ശക്തി, അളവറ്റ, വലിപ്പം, ബലം, വല്ലഭത്വം, വ്യാപാരം, ഇങ്ങനെ 6 വാക്കുകളാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അളവറ്റ ആ വാക്ക് ഗ്രീക്കില് ഹുപ്പേർ ബാലോ എന്ന പദമാണ്. ബാലോ എന്ന വാക്ക് ഗ്രീക്ക് പഠിക്കുന്നവർ ആദ്യമായിട്ട് പഠിക്കുന്ന വാക്കാണ്. ബാലോ എന്ന് പറഞ്ഞാൽ എറിയുക എന്നർത്ഥമാണ്. ഹുപ്പേർ ബാലോ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഉയരത്തിൽ നമുക്ക് എറിയാമോ അതിനും മുകളിൽ, അല്ലെങ്കിൽ എത്രമാത്രം നീളത്തിൽ നമുക്ക് എറിയാമോ അതിനുമപ്പുറം. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയുവാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണിത്. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് എത്രമാത്രം നമുക്ക് ചിന്തിക്കാമോ, ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച്, അതിന്റെ വലിപ്പത്തെക്കുറിച്ച് എത്രമാത്രം നമുക്ക് ചിന്തിക്കാമോ അതിലും അപ്പുറമാണ് അവന്റെ ശക്തിയുടെ അളവ്. അളവറ്റ, അതിരില്ലാത്ത, കണക്കാക്കാൻ കഴിയാത്ത ശക്തി. ദൈവശക്തിയുടെ വലിപ്പം അത് അളവറ്റതാണ്, അതിരില്ലാത്തതാണ്, നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഇറ്റ് ഈസ് എക്സീഡിംഗ്ലി ഗ്രേറ്റ്, ഇമ്മഷറബിൾ, ബിയോണ്ട് ഇമാജിനേഷൻ. അടുത്ത പദം ശക്തി. അതിനുപയോഗിച്ചിരിക്കുന്ന പദം ഡുനാമിസ് എന്ന പദമാണ്. ഈ പദത്തിൽ നിന്നുമാണ് ഡൈനാമൈറ്റ് എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ഡൈനാമൈറ്റ് ഈസ് എക്സ്പ്ലോസീവ്. ഇത് സകലത്തെയും ഉളവാക്കിയ ശക്തിയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കിയ ശക്തി. ഇത് എന്തിനും പര്യാപ്തമായ ശക്തിയാണ്. അടുത്ത വാക്ക് വലിപ്പം. ദൈവശക്തിയുടെ വലിപ്പം നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. നമുക്ക് അളക്കുവാൻ കഴിയാത്തത്ര വലുതാണ് അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അടുത്ത 3 പദങ്ങൾ ദ വർക്കിംഗ് ഓഫ് ഹിസ് മൈറ്റി സ്ട്രെങ്ത്. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരം. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരം. ബലം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സകലത്തെയും ഉളവാക്കിയ ശക്തി ആണിത്. വല്ലഭത്വം, സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കഴിവുള്ള ശക്തി, സകല പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ കഴിവുള്ള ശക്തി, സകലത്തെയും നിയന്ത്രിക്കുന്ന ശക്തി, സകലത്തിന്മേലും അധികാരമുള്ള ശക്തി. വ്യാപാരം എന്ന പദം, അതിൻ്റെ അർത്ഥം ഈ ശക്തി ദൈവത്തിൽ നിന്ന് വ്യാപരിക്കുന്നതാണ്. ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇത്രയും വാക്കുകൾ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവശക്തിയുടെ വലിപ്പം, അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ ഈ ശക്തി, ദൈവത്തിന്റെ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ, ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനായി പുറത്തു വന്നു. ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം, ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തെക്കുറിച്ചോ അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തെക്കുറിച്ചോ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള പരിജ്ഞാനം എനിക്കില്ല. ഈ ശക്തിയുടെ വലിപ്പത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. അതിന് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെയും നാം പ്രാപിക്കണം. ഈ ദൈവശക്തി ദൈവത്തിൽ നിന്നും വ്യാപരിക്കുന്നതാണ്. ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ച ശക്തിയാണ് ഈ ദൈവശക്തി. ആമേൻ. ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്.
എന്തിനും പര്യാപ്തമായ ശക്തിയാണിത്. സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കഴിയുള്ള ശക്തിയാണ്. സകല പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ കഴിയുള്ള ശക്തിയാണിത്. ഈ ദൈവത്തിൻ്റെ ശക്തിയാണ് ക്രിസ്തുവിൻ്റെ മൃതശരീരത്തിൽ വ്യാപരിച്ചപ്പോൾ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ ശക്തി. ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇത് ദൈവത്തിൽ നിന്നും വ്യാപരിക്കുന്ന ശക്തിയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ച ശക്തി, സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കഴിവുള്ള ശക്തി. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. സകല പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ കഴിവുള്ള ഈ ശക്തി, ദൈവത്തിൽ നിന്നും വ്യാപരിക്കുന്ന ഈ ശക്തി വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയാണ്. ഉയർപ്പിന്റെ ശക്തി യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ലഭ്യമാണ്. ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ്. നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിൽ യാഗമായത് എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ഉയർപ്പിന്റെ ശക്തി നിനക്കും അവകാശപ്പെട്ടതാണ്. ഈ ദൈവശക്തിയാണ് അതിശയകരമായ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ കഴിയുന്നത്. ഈ ദൈവശക്തി നമ്മൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒന്നല്ല. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജയജീവിതം നയിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ ശക്തി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ശക്തിക്ക് യേശുവിൻ്റെ മരിച്ച ശരീരത്തിന് ജീവൻ നൽകാൻ കഴിഞ്ഞുവെങ്കിൽ അതിൻ്റെ അർത്ഥം മരിച്ച് മൺമറഞ്ഞു പോയവർക്ക് നിത്യജീവൻ നൽകുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ്. മരിച്ച് മണ്ണോട് ചേർന്ന മനുഷ്യനെ ജീവനോട് വിളിച്ചു വരുത്തുവാൻ ദൈവത്തിന് കഴിയും എന്നാണ് അതിൻ്റെ അർത്ഥം. God can recreate the human body which was dissolved in the soil. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. God can recreate the human body which is dissolved in the soil. അതിൻ്റെ അർത്ഥം God has the power to conquer death. യേശു മരണത്തെ ജയിച്ചു. മരണത്തെ അതിജീവിക്കുവാൻ കഴിവുള്ള ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഈ ശക്തി വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയാണ്. ഈ ശക്തിക്ക് മരണത്തെ അതിജീവിക്കുവാൻ കഴിയുമെങ്കിൽ, ഈ ശക്തിക്ക് മരിച്ചവർക്ക് ജീവൻ നൽകാൻ കഴിയുമെങ്കിൽ ഒരു സംശയവുമില്ല, നമ്മൾ കടന്നു പോകുന്ന ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ ഈ ശക്തിക്ക് കഴിയും. നമുക്ക് സാധിക്കാത്തത് നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ സഹായത്താൽ സാധിക്കും. നാം ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോവുകയാണെങ്കിലും ആ സാഹചര്യത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് യേശുവിനെ ഉയർപ്പിച്ച ഈ ദൈവശക്തി. ജീവിതത്തിൽ ശൂന്യത അനുഭവപ്പെടുമ്പോൾ, ജീവിതം ഇരുളടഞ്ഞതാകുമ്പോൾ അതിനെ പ്രകാശമാനമാക്കുവാൻ ഈ ദൈവശക്തിക്ക് കഴിയും. ഈ ശക്തി മരിച്ചടക്കപ്പെട്ടവരായി കല്ലറയ്ക്കുള്ളിൽ കിടന്ന യേശുവിൽ വ്യാപരിച്ചപ്പോൾ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ദിസ് പവർ ഹാസ് ടേക്കൺ ജീസസ് ടു അനദർ റെലം, ടു എ സ്പിരിച്വൽ റെലം. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിന് ലഭിച്ചത് ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്, എ ട്രാൻസ്ഫോംഡ് ബോഡി. ഈ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് യേശു സ്വർഗാരോഹണം ചെയ്തത്. അതായത് യേശുവിൻ്റെ രൂപാന്തരപ്പെട്ട ശരീരത്തെ ആത്മീക മണ്ഡലത്തിലേക്ക് ദൈവം ഉയർത്തി. അവൻ പോയതുപോലെ വീണ്ടും വരും എന്നാണ് യേശു വാഗ്ദത്തം ചെയ്തത്. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി തന്നെയായിരിക്കും യേശുവിൻ്റെ മടങ്ങിവരവ്. അന്ത്യകാലത്തിങ്കൽ മരിച്ച് മണ്ണിനോട് ചേർന്ന ഓരോ ദൈവപൈതലിനും സംഭവിക്കാൻ പോകുന്ന മാറ്റം ഇതാണ്. യേശുവിൻ്റെ ശരീരത്തെ സ്വർഗീയ മണ്ഡലത്തിലേക്ക് ഉയർത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ ക്രിസ്തുവിൽ മരിച്ച എല്ലാവരെയും രൂപാന്തര ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് ചേർക്കുവാൻ ഈ ശക്തിക്ക് കഴിയും. അതുമാത്രമല്ല, ജീവനോടിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും രൂപാന്തര ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ ഈ ശക്തിക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. യേശുവിൻ്റെ 2-ാം വരവെങ്കിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അന്ത്യകാലത്തെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവൾ അക്ഷയരായി ഉയർക്കും. പിന്നെ ജീവനോടിരിക്കുന്ന നാം തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. യേശുവിനെ ഉയർപ്പിക്കുക മാത്രമല്ല,
പിന്നെ അവനെ സ്വർഗോന്നതങ്ങളിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുത്തുകയും ചെയ്തു എന്നാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത്. യേശുവിനെ സ്വർഗോന്നതങ്ങളിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുത്തി എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കുന്നത്? യേശുവിനൊരു പ്രത്യേക പദവി ലഭിച്ചു. സാധാരണയായി രാജാക്കന്മാർ അവരുടെ മക്കളെ, രാജകുമാരന്മാരെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ രാജാവിൻ്റെ വലതുവശത്തായി ഒരു ഇരിപ്പിടം, അതായത് ഒരു സിംഹാസനമിട്ട് അവിടെയാണ് ഇരുത്താറുള്ളത്. എന്ന് പറഞ്ഞാൽ രാജാവിനോടൊപ്പം തുല്യ അധികാരമാണ് രാജകുമാരനും ഉള്ളത്. വളരെ ഉന്നതമായ ഒരു പദവിയാണ് യേശുവിന് ലഭിച്ചത്. പിതാവായ ദൈവത്തോടൊപ്പം തുല്യമായ സ്ഥാനം, പിതാവായ ദൈവത്തോടൊപ്പം തുല്യമായ ഒരു പദവി. യേശുവിനെ ഉയർപ്പിച്ച് പിതാവിൻ്റെ വലതുഭാഗത്തിരുത്തുവാൻ ഈ ശക്തിക്ക് കഴിഞ്ഞുവെങ്കിൽ നമ്മെയും സ്വർഗോന്നതങ്ങളിലേക്ക് ഉയർത്തി ക്രിസ്തുവിനോടൊപ്പം ഇരുത്തുവാൻ ഈ ശക്തിക്ക് കഴിയും. ഇപ്പോൾ ആത്മീയമായി നമ്മുടെ സ്ഥാനം സ്വർഗോന്നതങ്ങളിൽ ക്രിസ്തുവിൻ്റെ വലതുഭാഗത്താണ് എന്ന് നാം എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിച്ചു. എന്നാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ലിറ്ററലി അറ്റ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ ഇത് വാസ്തവമായി സംഭവിക്കാൻ പോവുകയാണ്. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി, സ്വർഗോന്നതങ്ങളിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഇരുത്തിയ അതേ ശക്തിയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നതായ ദൈവശക്തി. സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് യേശു ഇപ്പോൾ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കണം. ഇപ്പോൾ യേശുവിന്റെ സ്ഥാനം എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും മീതെയാണ്. അതായത് ആകാശമണ്ഡലത്തിലെ അധികാരങ്ങൾക്കും ഭൂമിയിലെ അധികാരങ്ങൾക്കും മീതെയാണ് ക്രിസ്തുവിന്റെ അധികാരം. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും ഉള്ള സകല കർത്തൃത്വങ്ങൾക്കും അധികാരങ്ങൾക്കും മീതെയാണ് യേശുവിന്റെ അധികാരം. സകല നാമത്തിനും മീതെയാണ് യേശുവിന്റെ സ്ഥാനം, സകല നാമത്തിനും മീതെയാണ് യേശുവിന്റെ നാമം എന്ന് പറയുമ്പോൾ അവന് മുകളിലായി മറ്റൊരു അധികാരം ഇല്ല. ആത്മീയമായി ഓരോ ദൈവവിധന്റെ സ്ഥാനം സ്വർഗത്തിൽ ക്രിസ്തുവിനോടൊപ്പമാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ആത്മീയമായി നമ്മുടെ സ്ഥാനം എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും മീതെയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ച ശക്തിയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തിയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ നമുക്ക് കീഴടങ്ങുന്നത്. എന്നാൽ താമസം വിനാ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ കർത്താവ് യേശുവിന്റെ 2-ാം വരവാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റ് ദൈവമുമ്പാകെ തന്നെ സമർപ്പിച്ചു എങ്കിൽ അത് വരാൻ പോകുന്ന ഒരു വലിയ കൊയ്ത്തിന്റെ അടയാളമാണ്. ക്രിസ്തുവിൽ മരിച്ചവർ, അതായത് ക്രിസ്തുവിനുള്ളവർ, അവന്റെ 2-ാം വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. സകല ജാതിയിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഒരു വലിയ ജനക്കൂട്ടം, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം, പിതാവായ ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനം ശരീരം ധരിച്ച് പിതാവായ ദൈവത്തോടൊപ്പം നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിനോടൊപ്പം നിത്യതയോളം വാഴുവാൻ പോവുകയാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ് അവൻ ക്രിസ്തുവിലൂടെ തിരികെ പ്രാപിക്കുവാൻ പോവുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 18 മുതൽ വായിക്കുമ്പോൾ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്.
ക്രിസ്തുവിനോടൊപ്പം നാമും ആ ദിവ്യ തേജസ് പങ്കിടുന്ന സമയം വിദൂരമല്ല. ഇപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുകയാണ്. യേശുവിന്റെ രണ്ടാം വരവെങ്കിൽ നമ്മുടെ മൺമയമായ ഈ ശരീരം വിട്ട് വിൺമയമായ ശരീരം നാം പ്രാപിക്കും. ദൈവ തേജസ്സിനാൽ നാം നിറയപ്പെടും. മനുഷ്യന് വേണ്ടി ഒരു നല്ല ഭാവി കാലത്തെയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിലൂടെ പുതിയ സൃഷ്ടിയായവർക്ക് മാത്രമേ ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുള്ളൂ. ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിക്ക് വേണ്ടിയും ഒരു നല്ല ഭാവിയാണ് ദൈവം ഒരുക്കിയിട്ടുള്ളത്. മനുഷ്യന്റെ പാപം മൂലം ശപിക്കപ്പെട്ടു പോയ ഭൂമി ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നവോടുകൂടി ഇരിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്നും ഭൂമിക്ക് ഒരു വിടുതലും സ്വാതന്ത്ര്യവും ലഭിക്കും എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8:18 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അത് മനുഷ്യന്റെ വീണ്ടെടുപ്പിന് ശേഷം മാത്രമേ സംഭവിക്കുകയുള്ളൂ. ലോകം അതിന്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാനവ ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് മനുഷ്യനല്ല, സർവശക്തനായ ദൈവമാണ്. ദൈവം താൻ മുൻനിർണയിച്ച തന്റെ ഹിതത്തിന്റെ മർമ്മം തന്റെ ജനത്തിന് വെളിപ്പെടുത്തിയത് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:9-10 എന്നീ വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. അന്ന് അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെ ക്രിസ്തുവിൽ ഒന്നായി ചേർക്കായി എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ കാലസമ്പൂർണതയിൽ ദൈവം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണിത്. To gather together and unify all things in a spirit of peace and harmony under the headship of Christ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം സകലതും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക, ക്രിസ്തുവിന്റെ അധികാരപരിധിയിൽ കൊണ്ടുവരിക, ക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിലാക്കുക. സ്വർഗത്തിലെ ശക്തികൾ എന്ന് പറയുമ്പോൾ ദൈവദൂതന്മാരും ആകാശമണ്ഡലത്തിലെ ഭരിക്കുന്ന അന്ധകാര ശക്തികളും, ഭൂമിയിലെ ശക്തികൾ എന്ന് പറയുമ്പോൾ ഭൂമിയിലെ എല്ലാ അധികാരവർഗങ്ങളും, സകല ശക്തികളും എന്നേക്കുമായി യേശുവിന് മുൻപിൽ കീഴടങ്ങി അവന്റെ കാൽ കീഴാകും. യേശു തന്നെ കർത്താവ് എന്ന് എല്ലാ ശക്തികളും ഏറ്റുപറയും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:9-10 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ദൈവം യേശുവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ ഒക്കെയും മടങ്ങും. യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. യേശു തന്നെ കർത്താവ്, യേശു തന്നെ ദൈവം, യേശു തന്നെ സകലത്തിന്മേലും അധികാരമുള്ളവൻ, യേശു തന്നെ സകലത്തിൻ്റെയും നിയന്ത്രിക്കുന്നവൻ, യേശു തന്നെ സകലത്തെയും ഭരിക്കുന്നവൻ. ഈ നല്ല നാളേക്ക് വേണ്ടിയാണ് ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം യേശുവിനോടൊപ്പം നിത്യതയോളം വാഴുന്ന ദിനം ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ ഓർപ്പിക്കട്ടെ, ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവത്തിൽ മറഞ്ഞുകിടുന്ന ഒരു മർമ്മമായിരുന്നു തന്നോടൊപ്പം നിത്യതയോളം വാഴുവാൻ ഒരു ജനത്തെ വേണമെന്നുള്ളത്. മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയപ്പോഴും ദൈവം തൻ്റെ പദ്ധതി ഉപേക്ഷിച്ചില്ല. പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ യേശു സ്വയം ഏറ്റെടുത്തു. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുകയാണ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു തലമുറയെ, ഒരു പുതിയ മനുഷ്യനെ ദൈവം ഇപ്പോൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. താമസം വിനാ നമ്മുടെ കർത്താവായി യേശു മടങ്ങി വരും. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും. ദൈവ തേജസ്സിനാൽ നാം നിറയപ്പെടും. ക്രിസ്തുവിനോടൊപ്പം നാം വാഴുന്ന നാൾ അതിവിദൂരമല്ല. ക്രിസ്തുവിനോടൊപ്പം വാഴണമെങ്കിൽ നാമും ക്രിസ്തുവിനെ പോലെയാകണം. We should be conformed to the image of Christ. We should have an intimate relationship with Christ. ക്രിസ്തുവിനോട് അവനെ വിട്ടുവരുവാൻ കഴിയാത്തൊരു ബന്ധം. ആമേൻ. ആ ഒരു ബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ നല്ല സാന്നിധ്യത്തിനായി നന്ദിയോട് സ്തോത്രം.
വചനം സംസാരിക്കുവാൻ അടിയനെ ബലപ്പെടുത്തിയതിനായി അങ്ങേ സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും തിരുസനയിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കുരിശിൽ ജീവൻ വെടിഞ്ഞല്ലോ. ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഭാവി അവിടുന്ന് മുന്നൊരുക്കിയിരിക്കയാൽ നന്ദിയോട് സ്തോത്രം. ആ നല്ല നാളിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു കർത്താവേ. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രന്റെ വരവിനായി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ സഹായിക്കണമേ എന്നടിങ്ങൾ അപേക്ഷിക്കുന്നു. സകല മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേൾക്കണമേ. ആമേൻ. സ്തോത്രം. ആമേൻ. ജോണി സാറിനോടും ഗലീലിയൻസിൻ്റെ എല്ലാ പ്രവർത്തകരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.